Hello guys, welcome back to MC Demo. അപ്പം സൾഫർ ക്യൂബിൻ്റെ കിടലൊരു കേസ് അപ്ഡേറ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു കിടലം ആഡോണിനെ കുറിച്ച് പറയാനാണ് ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇപ്പോൾ ഇതാണ് നമ്മൾ ആഡോണിൻ്റെ മാനുവൽ വരുന്നത്. ഇതിനകത്ത് കുറച്ചധികം സാധനങ്ങളുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നോക്കാം. നമ്മൾ സൾഫർ ക്യൂബിന് നമ്മൾ ജെബ് അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിം ടാഗ് കൊടുത്തിട്ട് ഊൾ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആകും. ഇത് ഓക്കെ. നമ്മൾ അടുത്ത നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മോസ് ബ്ലോക്കും കൊടുക്കാം, സ്നോ ക്യൂബും കൊടുക്കാം എന്നുള്ളതാണ്. ഇത് രണ്ടും ഒരേ എഫക്റ്റാണ് വരുന്നത്. തട്ടുന്ന സാധനം എവിടെയാണോ കോൺടാക്ട് ചെയ്യുന്നത്, ഈ സോൾ മണലിൽ പറ്റത്തില്ല, ബാക്കി ഉള്ള സ്ഥലങ്ങളിൽ എവിടെയാണോ കോൺടാക്ട് വരുന്നത് അവിടെ ഇപ്പോൾ മോസ് ബ്ലോക്ക് തട്ടുന്നതാണെങ്കിൽ അവിടെ മോസും ബാക്കി സ്നോ ആണെങ്കിൽ ആ സ്നോ ഏരിയതുണ്ടാവും. ഈ ഒരു മോസ് ബ്ലോക്ക് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നോർമലി ഉള്ള മോസ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. റെഡ് ആവത്തില്ലല്ലോ. വേണ്ട, ഇതുപോലെ ഒരു ബോൺ മീൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ മോസായി. ഐസ് ക്യൂബിൻ്റെ ഇതാണ്. നമുക്ക് ഐസ് ക്യൂബിൻ്റെ നമുക്ക് ഇതേപോലെ ഉണ്ടായത് നമ്മൾ എവിടെയെങ്കിലും പോയി കോൺടാക്ട് ആണെങ്കിൽ അവിടെ ഇതേപോലെ ഐസ് ഇതേപോലെ വരും. അയൺ ബാറും പിന്നെ നമ്മൾ ബിയോ ആണ് പറയുന്നത്. ബിയുടെ നമ്മളെ നാച്ചുറലി നമുക്ക് കിട്ടുന്ന ബി നെസ്റ്റാണ് പറ്റുന്നത്. അയണിൻ്റെ നോക്കുമ്പം നമുക്ക് ജസ്റ്റ് സൗണ്ട് മാത്രമാണ്, സൗണ്ട് കിട്ടില്ലേ, ആ സൗണ്ട് മാത്രമാണ് വരുന്നത്. ബിയുടെ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം ഹിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ബൗൺസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കുറേ ബീൻസ് സ്പോൺ ആവും. ഇപ്പോൾ എന്താ ഒന്ന് ബൗൺസ് ചെയ്ത് അടുത്ത ഞാൻ കോൺടാക്ട് എനിക്ക് എവിടെ ഇരിക്കുന്നതനുസരിച്ച് സാധനം സ്പോൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. യെസ്, അടുത്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവന്മാർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ലെവിറ്റേഷൻ കിട്ടും. നമ്മൾ ഇതേപോലെ പൊങ്ങി പോകും. കോറസ് ഫ്രൂട്ടിൻ്റെത് നമ്മൾ വെക്കുക, ഹിറ്റ് ചെയ്യുക, കാണാണ്ടായി. ഇത് ടെലിപ്പോർട്ടേഷൻ കറക്റ്റ് നമ്മൾ എൻ്റർമാനിലൊക്കെ പോകുന്നത് ടെലിപ്പോർട്ടേഷനാണ് മെയിൻ സാധനം. ഇതൊരു ചെസ്റ്റ് കൊടുക്കുന്നതും പിന്നെ നമ്മൾ സ്നിഫറിൻ്റെത് കൊടുക്കുന്നതും. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെത്. കണ്ടാൽ കറക്റ്റ് ഒരു ചെസ്റ്റാണ്, പക്ഷേ ഇതാ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും ചെസ്റ്റ് കൊടുക്കുക. അതായത് നമുക്ക് നമ്മളെ കൂടുള്ളവരെ പറ്റിക്കാൻ പറ്റിയൊരു സാധനമാണ്. സൾഫർ ക്യൂബിനെ സ്നിഫറിൻ്റെ എഗ്ഗുമായിട്ട് കമ്പൈൻ ചെയ്ത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എഗ്ഗ് കിട്ടും. അതിനെ നമ്മൾ സൾഫർ ബ്ലോക്കിൽ വെക്കുകയാണെങ്കിൽ, അതായത് പൊട്ടൻ്റ് സൾഫറിലാണെങ്കിൽ കുറച്ചുകൂടി സ്പീഡിനത് ഹാച്ച് ആവും. അത് കിട്ടിയിട്ട് നോർമലി സ്നിഫർ എടുക്കുന്നത് കുറച്ച് മറ്റേ ഫ്ലവർ പ്ലാന്റ് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പം അതിന് പകരം ഇത് എടുക്കുന്ന സാധനമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ രണ്ട് വെറൈറ്റി സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നമ്മളെ സൾഫർ ഇരിക്കുന്നത്, നമ്മളെ സ്നിഫർ. ആദ്യത്തത് ഈ സൾഫർ ബ്ലൂം എന്ന് പറയുന്ന സാധനം ചെറിയൊരു പൂച്ചെടിയായിട്ട് നമുക്ക് തോന്നും. അടുത്ത സാധനമാണ് ഇത്. ഓക്കെ, ഇതിന് രണ്ടിനും പ്രത്യേകതകളുണ്ട്. ഞാനിപ്പം ഈ ഒരു ചെടിയിൽ ഞാനിപ്പോൾ കയറുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ പൊങ്ങി ഇതേപോലെ പൊങ്ങും. എന്നിട്ട് അത് വീണ്ടും അത് വരും. എൻ്റെ വീണ്ടും നമുക്ക് അതേപോലെ പൊങ്ങി ചാടാൻ പറ്റും. കണ്ടാൽ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുമെങ്കിലും ആൾ ഡെഡ്ലിയാണ്. കാരണം എന്ന് വെച്ചാൽ ചാടുമ്പം പോയിസണാണ് വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് പോയിസൺ അടിക്കും. കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞിട്ട് അത് പോകത്തുള്ളൂ. അല്ല, അതിനിപ്പോൾ പോയിസൺ അടിച്ചു. സൾഫർ കെയോസിൻ്റെ പറ്റിയ ഒരു കിടിലം ആഡ് ഓൺ ആയിരുന്നു ഇന്നിപ്പോൾ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ കിടിലം രണ്ട് സാധനമൊക്കെ ഈ ആഡോൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചുവാണെങ്കിൽ നമുക്കൊരു ട്രാപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഫൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ്. അപ്പോൾ ഇതുപോലുള്ള കിടിലം ആഡ് ഓൺസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട്.